മുൻ എംഎൽഎ PV അൻവറിന്റെ ആലുവ എടത്തലയിലെ വിവാദ ഭൂമി ഇടപാടിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് വിജിലൻസ്. പഴയ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 2006-2007 കാലഘട്ടങ്ങളിൽ വിവാദ ഭൂമി പോക്കുവരവ് ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. രജിസ്റ്ററിൽ മുൻ ഉടമയുടെ പേരും ഓൺലൈൻ രേഖകളിൽ PV അൻവറിന്റെ പേരും വന്നത് എങ്ങനെ എന്ന കാര്യവും അന്വേഷണ പരിധിയിലാണ്. സഹിൻ ആന്റണിയുടെ സഹിൻ, പാട്ടവകാശം മാത്രമുള്ള 11.46 ഏക്കർ ഭൂമി അതാണിപ്പോൾ വിവാദത്തിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലും രേഖ പരിശോധിക്കലും ഒക്കെ നടന്നതാണ്. പക്ഷേ അതിലും ഒരു പടി കൂടി കടന്ന് ആരെയും വിടാൻ ഒരു നീക്കവുമില്ല, ഒരു ശ്രമവുമില്ല എന്ന തരത്തിൽ കടുപ്പിക്കുകയാണ് വിജിലൻസ്, അല്ലേ? അങ്ങനെ തന്നെയാണ് സേതു. കാരണം സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ആരെയും ഇതിൽ നിന്ന് ഒഴിവാക്കാതെ വിജിലൻസ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 2006-2007 കാലഘട്ടങ്ങളിൽ എടത്തല പഞ്ചായത്തിലും വില്ലേജിലും എല്ലാം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ സമയത്ത് ജോലിയിലുണ്ടായിരുന്ന ആളുകളെ ഇപ്പോൾ വിളിച്ചു വരുത്തി വിജിലൻസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിലാണ് PV അൻവറിന് ഈ ഭൂമി പോക്കുവരവ് ചെയ്യാനുള്ള അനുമതി കിട്ടിയത്, അതിനാരെല്ലാം ഒത്താശ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചാണ് വിജിലൻസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതും. പ്രധാനമായും അവർ സംശയിക്കാനുള്ള ഒരു കാരണം 2014 ഈ ഓൺലൈൻ സംവിധാനം നടപ്പിലാവുന്നത്. 2014 ഓൺലൈനിൽ PV അൻവറിന്റെ പേരാണ് പോക്കുവരവ് അല്ലെങ്കിൽ ഭൂമിയുടെ ഉടമയായി കാണുന്നത്. പക്ഷേ രജിസ്റ്ററിൽ ആകമാനം പഴയ ഉടമയുടെ അല്ലെങ്കിൽ പഴയ കമ്പനിയുടെ പേരാണ് ഉടമസ്ഥാവകാശത്തിൽ കിടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഈ പാട്ടഭൂമിക്ക് ഉടമസ്ഥാവകാശം മാറിക്കിട്ടിയത്, അല്ലെങ്കിൽ അത് PV അൻവറിന്റെ പേരിലേക്ക് ആയത് എങ്ങനെ എന്നുള്ള കാര്യമാണ് വിജിലൻസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എടത്തല പഞ്ചായത്ത് ഓഫീസിലും ഒപ്പം തന്നെ വിവാദ ഭൂമിയിലുമെല്ലാം ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർ എത്തുകയും അത് സംബന്ധിച്ചുള്ള രേഖകൾ പിടിച്ചെടുക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ വിവാദ പാട്ടഭൂമിയിൽ വിജിലൻസ് കൃത്യമായി തന്നെ പരിശോധനകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2006-2007 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഏറെക്കുറെ ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ വിജിലൻസ് ചോദ്യം ചെയ്തു കഴിഞ്ഞു. ശേഷിക്കുന്ന ഉദ്യോഗസ്ഥരോട് ഉടൻ ഹാജരാകാനുള്ള നോട്ടീസും നൽകിയിട്ടുണ്ട്. ഈ പോക്കുവരവ് നടത്തിയതിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും പ്രാഥമികമായുള്ള വിജിലൻസിന്റെ പരിശോധനകളിൽ ചില ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ആ വിവാദ ഭൂമിയിലുള്ള കെട്ടിടം സംബന്ധിച്ചാണ്. ആ കെട്ടിടത്തിലെ നമ്പർ ലഭിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഈ അന്ന് സ്റ്റോപ്പ് മെമ്മോ അടക്കം നൽകിയ കെട്ടിടമായിരുന്നു. ആ കെട്ടിടം പിന്നീട് എങ്ങനെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു, ഇതിന് നമ്പർ എങ്ങനെ ലഭിച്ചു എന്നുള്ളൊരു കാര്യമെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ തന്നെയാണ് PV അൻവറിന്റെ പോക്കുവരവ് സംബന്ധിച്ച കാര്യങ്ങളുമെല്ലാം പരിശോധിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത് കൂടുതൽ രേഖകൾ പിടിച്ചെടുക്കാൻ തന്നെയാണ് വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. സേതു, ശരി സഹിൻ, ആലുവയിൽ 11.4 ഏക്കർ ഭൂമി അനധികൃതമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയെന്നാണ് PV അൻവറിനെതിരായ വിജിലൻസ് അന്വേഷണം ഇതിന്റെ പശ്ചാത്തലത്തിലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി.